ഇനി TV പ്രസാദ് ഉണ്ട്. മാത്തൂർ ഈസ്റ്റ് LP സ്കൂളിലെ 143-ാം ബൂത്തിൽ നിന്നും. പ്രസാദ്, അവിടെ വോട്ടിംഗ് നല്ല രീതിയിൽ തന്നെയാണോ പുരോഗമിക്കുന്നത്? പലയിടത്തും ഇങ്ങനെ വൈകൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, മെഷീനിലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്താണ് അവിടെ കാണുന്നത്? സ്മൃതി ഉണ്ണി, ഞാൻ വന്നതിൽ വെച്ച് ഏറ്റവും നീണ്ട ക്യൂ കാണുന്ന ഒരു സ്കൂൾ ഇതാണ്. 143-ാമത്തെ ബൂത്താണ്. 1411 വോട്ടർമാരാണുള്ളത്. മാത്തൂർ ഈസ്റ്റാണ് ഈ സ്ഥലം. നമുക്ക് ഈ ക്യൂവിലേക്ക് ഒന്ന് പോയാൽ ഏതാണ്ട് പുരുഷന്മാരുടെ ക്യൂവിൽ 75-ലധികം ആളുകളുണ്ട്. അതേപോലെ തന്നെ അതിലേറെ ആളുകൾ, ഏതാണ്ട് 75-80-ലധികം ആളുകൾ ഈ സ്ത്രീകളുടെ വരിയിലും ഉണ്ട് എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് നമ്മളിവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പ്രധാനമായും പറഞ്ഞൊരു കാര്യം, രാവിലെ പോളിംഗ് തുടങ്ങുന്ന സമയത്ത് 7 മണി 8 മണി സമയത്ത് ഈ പോൾ ചെയ്തതിന് ശേഷം, അതായത് വോട്ട് ചെയ്തതിന് ശേഷമുള്ളൊരു ലാഗ് അതൊരു 7 സെക്കൻഡായിരുന്നുവെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതൊരു 10 സെക്കൻഡായി മാറി. ഇപ്പോഴുള്ള ലാഗ് എന്ന് പറയുന്നത് ഏതാണ്ടൊരു 12 സെക്കൻഡാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വൈകൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരാറുള്ള ഓപ്പൺ വോട്ട് അത് വ്യാപകമായി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വന്നതാണ്. ഇത്രയും നീണ്ട നിരക്കുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സമയം 3 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുന്നു. ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് വരെ വന്നവർ ഈ ക്യൂവിൽ ഉണ്ട് എന്നതാണ്. ഇതിലിപ്പോൾ ആ സ്ത്രീകളുടെ നിരയും പുരുഷന്മാരുടെ നിരയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പോളിംഗ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഉറപ്പായിട്ടും 6 മണിക്ക് ശേഷം ടോക്കൺ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. കാരണം ഉച്ചയ്ക്ക് മുമ്പ് ചെയ്യാൻ പറ്റാത്ത പല ആളുകളും ഉച്ചയ്ക്ക് പോയി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ഈ ക്യൂവിൽ നിൽക്കുന്നവർ മാത്രമല്ല ഉണ്ണീസ്മൃതി, അതായത് ഇവിടെ കുറേ സമയം നിന്ന് മടുത്ത് ഇരുന്നവർ കൂടി ഇവിടെ ഉണ്ട് എന്ന് കാണാം. ഏതാണ്ട് 10-ലധികം ആളുകൾ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടുമുണ്ട്. ഇതിൻ്റെ പിറകിലോട്ട് പോയാൽ ഈ ക്യൂവിൻ്റെ ഒരു വലിപ്പം കാണാം. ഇത്രയേറെ ആളുകൾ ഇവിടെയുണ്ട്. ഇതേ വലിപ്പം നമുക്ക് ഇങ്ങോട്ടേക്കും കൂടെ കാണിക്കാം. ഇതേ ക്യൂവിൻ്റെ വലിപ്പം ഇങ്ങോട്ടേക്കുമുണ്ട് എന്നതാണ്. ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായും 7 മണി കഴിഞ്ഞാലും ഇവിടുത്തെ പോളിംഗ് കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം നിരവധി ആളുകൾ ഇപ്പോഴും കൂട്ടത്തിലും ഒറ്റയ്ക്കും ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. സ്ലോ ആണല്ലേ പൊതുവിലെ? മെല്ലെ സ്ലോ ആണ്. 10 മിനിറ്റോളം 7 മിനിറ്റോളം എടുക്കുന്നുണ്ട് ഒരു വോട്ട് ചെയ്യാൻ. അതല്ല സെക്കൻഡ്. ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേടാണത്. ഇത്രയും ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എന്തായാലും 7 മിനിറ്റ് എന്നൊക്കെ പറയുന്ന അധികമാണ്, അത്രയൊന്നും വരുന്നില്ല. പക്ഷെ എന്നാലും ഒരു ലാഗ് ഉണ്ട്. ആ ലാഗ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും. വൈകുന്നുണ്ട് അല്ലേ? ഒരു 1 hour-ആയി 1 മണിക്കൂറായി. ഇവർ 1 മണിക്കൂറായി. 1 മണിക്കൂറായിട്ടും ഇപ്പോൾ ഏതാണ്ട് പ്രസാദ്, അല്പം മുമ്പ് കൃഷ്ണകുമാർ പറഞ്ഞൊരു ഗൗരവമായിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? അവിടെ എനിക്ക് തോന്നുന്നത് പുതിയ മെഷീൻ എത്തി എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പറയുന്ന പ്രോസസ്സ് നീണ്ടുപോവുകയാണെങ്കിൽ ക്യൂയിൽ നിൽക്കുന്ന ആളുകൾ തിരിച്ചു പോകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു വിഷയമുണ്ട്. ചിലരങ്ങ് മടങ്ങിപ്പോയി, ഇനി എത്ര സമയം നിൽക്കേണ്ടി വരും എന്നൊക്കെ നോക്കട്ടെ. അങ്ങനെ അതെ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ കാണുന്നുണ്ടോ പ്രസാദ്? ആളുകൾ മടുത്തിട്ട് മടങ്ങിപ്പോകുന്ന ഒരവസ്ഥ? വോട്ട് ചെയ്തോ? എത്ര മണിക്ക് വന്നേ? 2:30 വന്നു. 2:30 വന്നു. 3:45 ചെയ്തു. ആദ്യം ചെയ്യാൻ അവസരം കിട്ടിയോ? അതുകൊണ്ടാണോ ചെയ്യാൻ പറ്റിയത്? ഇല്ലെങ്കിൽ കുറച്ചും കൂടി വൈകി? കുറേ സമയം വന്നിട്ട് എന്തായിട്ട് പേര് പറയാ? കുറേ സമയമല്ലേ? വൈകിയാണല്ലോ. ചെയ്യാതെ പോകാൻ പാടില്ല. പറ്റില്ല, ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. ചെയ്തിട്ട് മാത്രമേ പോകുള്ളൂ എന്ന് ഉറപ്പിൽ പറയുന്നുണ്ട് ഉണ്ണി. അതായത് നേരത്തെ അവർ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അതായത് ഇത് വൈകിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തിരിച്ചു പോയാൽ, ഇപ്പം നമുക്കിത് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, 2, 4, 5 പേരാണ് ഒരുമിച്ചൊരു ഭാഗത്തു നിന്ന് വരുന്നത്. ഇതേപോലെ ഓരോ 10 മിനിറ്റ് ഇടപെട്ടിട്ടും ഏതാണ്ട് 10ഉം 20ഉം ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. അതിന് കണക്കായിട്ട് ഇവിടുന്ന് ക്യൂ വർദ്ധിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇതൊരു വേഗതയിലാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവരിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 7 സെക്കൻഡ് എന്നുള്ള ഡിലേ അത് 10 സെക്കൻഡ് ആവുന്നു, 12 സെക്കൻഡ് ആവുന്നു. പക്ഷേ അങ്ങനെ നീളുമ്പോഴും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഉച്ചയ്ക്ക് ശേഷം ഇനി ആളുകൾ മടങ്ങിപ്പോയാൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഉച്ചയ്ക്ക് മുമ്പുള്ള പല ആളുകളും വൈകുന്ന സമയത്ത് വീട്ടിൽ പോയി ഒന്ന് വിശ്രമിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാത്ത ചിത്രവും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രസാദ്, ഇപ്പോൾ മൂത്താൻതറയിൽ പ്രശ്നം ബാധിത ബൂത്തിന് മുന്നിൽ ദീപക് മലയമേ കൊണ്ടുണ്ട്.